വർഷം 1999. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വർഷം. കാർഗിലിലെ മഞ്ഞുമലകളിൽ ഇന്ത്യൻ സൈന്യം ജീവൻ പണയപ്പെടുത്തി പോരാടിക്കൊണ്ടിരുന്ന കാലം. ഓക്സിജന്റെ കുറവ്, -ഡിഗ്രി താപനില, 18,000 അടി ഉയരം. ഓരോ ചുവടും മരണത്തോടുള്ള ഏറ്റുമുട്ടലായിരുന്നു. ലോകം മുഴുവൻ ഈ യുദ്ധത്തെ ഉറ്റുനോക്കിയപ്പോൾ ഇന്ത്യ ഒറ്റയ്ക്കായിരുന്നില്ല. ആ നിർണായക നിമിഷത്തിൽ ഒരു രാജ്യം നിശബ്ദമായി ഇന്ത്യക്കൊപ്പം ഉറച്ചുനിന്നു: ഇസ്രായേൽ. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കടുത്ത സൈനിക ഏറ്റുമുട്ടലായിരുന്നു. പാകിസ്ഥാൻ പിന്തുണയുള്ള നുഴഞ്ഞുകയറ്റക്കാർ കാർഗിൽ മേഖലയിലെ ഉയർന്ന മലനിരകൾ രഹസ്യമായി കൈവശപ്പെടുത്തി. അവരെ പുറത്താക്കുക എന്നത് ഇന്ത്യൻ സൈന്യത്തിന് അത്യന്തം ദുഷ്കരമായ ദൗത്യമായി മാറി. മലമുകളിലെ ശത്രുസ്ഥാനങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. അപ്പോഴാണ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച സെർച്ചർ UAV പോലുള്ള നിരീക്ഷണ ഡ്രോണുകൾ ഇന്ത്യയുടെ സഹായത്തിനെത്തുന്നത്. ഈ ഡ്രോണുകൾ മലനിരകൾക്ക് മുകളിലൂടെ പറന്ന് ശത്രുവിന്റെ ബങ്കറുകളും ആയുധശേഖരങ്ങളും കൃത്യമായി കണ്ടെത്താൻ സഹായിച്ചു. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കങ്ങൾ കൂടുതൽ ഫലപ്രദമായി. യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പങ്ക് നിർണായകമായിരുന്നു. മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് മലമുകളിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഈ വിമാനങ്ങൾക്ക് ആവശ്യമായ ലേസർ ഗൈഡഡ് ബോംബ് സംവിധാനങ്ങളും മറ്റ് സാങ്കേതിക പിന്തുണയും അടിയന്തരമായി നൽകിയത് ഇസ്രായേലായിരുന്നു. കുത്തനെയുള്ള മലനിരകളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ തകർക്കാൻ ഈ കൃത്യതയുള്ള ആയുധങ്ങൾ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. പല രാജ്യങ്ങളും പരസ്യമായി പിന്തുണ നൽകാൻ മടിച്ചു നിന്നപ്പോൾ ഇസ്രായേൽ ഇന്ത്യയുടെ വിശ്വസ്ത കൂട്ടാളിയായി മാറി. അത്യാവശ്യമായ ആയുധ സാമഗ്രികളും സാങ്കേതിക സഹായവും യുദ്ധകാലത്ത് അതിവേഗം ഇന്ത്യയിലെത്തിക്കാൻ അവർ തയ്യാറായി. യുദ്ധം അവസാനിച്ചപ്പോൾ ഇന്ത്യ വിജയിച്ചു. പക്ഷേ കാർഗിലിൽ നേടിയ വിജയം വെറും ഭൂഭാഗം തിരിച്ചുപിടിക്കൽ മാത്രമായിരുന്നില്ല. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ തെളിവ് കൂടിയായിരുന്നു. 1992 ആരംഭിച്ച നയതന്ത്ര ബന്ധം കാർഗിൽ യുദ്ധത്തിനു ശേഷം കൂടുതൽ ദൃഢമായി. ഇന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ സഹകരണം ആ വിശ്വാസത്തിന്റെ തുടർച്ചയാണ്. കാർഗിൽ മലമുകളിൽ ഇന്ത്യൻ സൈന്യം പോരാടുമ്പോൾ മഞ്ഞിനടിയിൽ ഇന്ത്യയുടെ നിശബ്ദ ശക്തിയായി മാറിയത് ഇസ്രായേലായിരുന്നു. ഇത് വെറും സൈനിക സഹായം മാത്രമല്ല, മറിച്ച് യുദ്ധഭൂമിയിൽ പിറന്ന ഒരു വിശ്വാസ ബന്ധമാണ്.